വനിതാ രാഷ്ട്രീയ പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചരിത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്ന വനിതാ സംവരണ ബിൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച ആരംഭിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുമെന്ന ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത്. ഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാതെ ഒരു സമഗ്ര ജനാധിപത്യം സൃഷ്ടിക്കാനാകില്ലെന്നും ഭരണ സംവിധാനത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതാ സംവരണ ബില്ല് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പരിഷ്കാരങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് മോദി വിശേഷിപ്പിച്ചു. സ്ത്രീകളെ വികസനത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി മുന്നോട്ടു പോകുന്ന വനിതാ കേന്ദ്രീകൃത വികസനമാണ് രാജ്യത്തിന്റെ പുതിയ ദിശയെന്നും ഈ ബില്ല് നടപ്പാക്കുന്നത് സ്ത്രീകൾക്ക് തീരുമാനമെടുക്കുന്ന നിലകളിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ദൌത്യത്തിൽ സ്ത്രീ ശക്തി നിർണായക ഘടകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2023 രാഷ്ട്രീയ ഭേദമന്യേ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ വനിതാ സംവരണ ബില്ലിന് തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടികൾ. അന്നുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ബിൽ പ്രാവർത്തികമാക്കാൻ സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 2029 വനിതാ സംവരണം പൂർണ്ണമായും നടപ്പിലാക്കണമെന്നതാണ് പൊതുവായ ലക്ഷ്യമെന്നും അതിനായി പാർലമെന്റിൽ വിശദമായ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിൽ നടപ്പാക്കുന്നതിനായി ലോക്സഭയും സംസ്ഥാന നിയമസഭകളും ഉൾപ്പെടെയുള്ള പ്രതിനിധി സഭകളുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2011 ജനസംഖ്യാ സെൻസസ് അടിസ്ഥാനമാക്കി സീറ്റുകൾ പുനർക്രമീകരിക്കുന്നതാണ് പദ്ധതി. ഇതനുസരിച്ച് ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 നിന്ന് 816 ഉയരാൻ സാധ്യതയുണ്ട്. തുടർന്ന് ആകെ സീറ്റുകളുടെ 1/3 അതായത് ഏകദേശം 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യപ്പെടും. സംസ്ഥാന തലത്തിലും വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള സീറ്റുകളുടെ 50% വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് പരിഗണിക്കുന്നത്. ഉദാഹരണമായി കേരളത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30 ഉയരാനും നിയമസഭാ സീറ്റുകൾ 210 വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇതിലൂടെ സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ഗണ്യമായി ഉയരുമെന്നതാണ് വിലയിരുത്തൽ. നാരീശക്തി വന്ദൻ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ പങ്കെടുത്തു. ചടങ്ങിൽ സംസാരിച്ച മറ്റു നേതാക്കളും വനിതാ സംവരണ ബില്ലിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമൂഹിക ആർത്ഥിക ഘടന കൂടുതൽ ശക്തിപ്പെടുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ചുരുക്കത്തിൽ വനിതാ സംവരണ ബിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു നാഴികക്കല്ലായി മാറാനാണ് സാധ്യത. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നത് മാത്രമല്ല നയരൂപീകരണത്തിലും ഭരണത്തിലുമുള്ള അവരുടെ സ്വാധീനം വർദ്ധിക്കുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ ഗുണമേന്മയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. അതേസമയം വനിതാ സംവരണ ബില്ലിന്റെ ഭേദഗതിക്ക് പിന്തുണ തേടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് അംഗങ്ങൾക്ക് കത്തയച്ചു. നിയമസഭകളിൽ സ്ത്രീകൾക്ക് 1/3 സംവരണമാണ് ഭേദഗതി ലക്ഷ്യമിടുന്നത്. 2027 സെൻസസിന് പകരം 2011 സെൻസസുമായി ഇതിനെ ബന്ധിപ്പിക്കാനാണ് നീക്കം. ഇത് 2029 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് സംവരണം നടപ്പാക്കാൻ സഹായിച്ചേക്കാം. മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അടുത്തയാഴ്ച പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി അയച്ച കത്തിൽ 2023 നിയമം പാസാക്കിയത് ഒരുമയുടെ നാഴികക്കല്ലാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേസമയം സ്ത്രീകളെ യഥാർത്ഥത്തിൽ ശാക്തീകരിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് സർക്കാർ ഈ നീക്കം നടത്തുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. മണ്ഡല പുനർനിർണയം പോലുള്ള പ്രധാന കാര്യങ്ങളിൽ വ്യക്തതയില്ലെന്ന് ഖർഗെ ചൂണ്ടിക്കാട്ടി. 2023 സെപ്റ്റംബറിൽ ഈ നിയമം ഐക്യകണ്ഠേന പാസാക്കിയപ്പോൾ അത് ഉടനടി നടപ്പാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം എക്സിൽ പങ്കുവച്ച കത്തിൽ പറയുന്നു. അന്ന് അത് നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പോൾ 30 മാസങ്ങൾക്ക് ശേഷം പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെ പ്രത്യേക സമ്മേളനം വിളിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മണ്ഡല പുനർനിർണയത്തിന്റെ വിശദാംശങ്ങളില്ലാതെ നിയമത്തെക്കുറിച്ച് ഉപയോഗപ്രദമായി ചർച്ച നടത്താൻ കഴിയില്ലെന്നും ഖാർഗെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.